ഇന്നിപ്പോൾ എന്താ വീഡിയോ എടുക്കുക പഠിച്ചോനെ എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കണ ഇരിപ്പാണ് കേട്ടോ ഞാനിത്. എന്തായാലും നല്ല ഡെയിലി വ്ലോഗ് തന്നെ ചെയ്യാം. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതങ്ങോട്ട് എടുക്കാൻ തുടങ്ങി കേട്ടോ. അടുക്കളയ്ക്ക് ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടാളും മുറ്റത്തുണ്ട്. പിന്നെ നോക്കുമ്പോൾ അടുക്കളയിൽ ഫുള്ള് പണികളും ബാക്കിയായിരുന്നു. രാവിലെ തന്നെ ഫോണും തോണ്ടി അവിടെ ഇരുന്നത് കൊണ്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും അതൊക്കെ വേഗം തീർത്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എടുത്തിട്ടില്ല. ഇന്ന് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കരുതൽ മസ്റ്റാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ള ഫ്രൂട്ട്സ് അങ്ങ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ ഇന്നലെ ഉണ്ടാക്കിയാലൊരു ഉന്നക്കായും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി നോക്കുമ്പോഴാണ് ഞാൻ കിടന്ന ബെഡും ബെഡ്ഷീറ്റും ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഗൈസ്. എൻ്റെ അമ്മ എന്നെ പുറത്താക്കാൻ വേറെ ഒരു കാരണവും വേണ്ടി വരില്ല. ഇതൊരൊറ്റ കാരണം മതിയാവും. എന്തായാലും അത് നേരാക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി പോകാനുള്ള ഒരുക്കം തുടങ്ങി കേട്ടോ. ക്രീമെ എത്ര ചാടിച്ചിട്ടും ചാടുന്നുണ്ടായിരുന്നില്ല. ക്രീമിന് പോലും ഒരു സഹകരണമില്ല എന്നുള്ളതാണ് ഞാനിതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും വേണ്ടില്ല വെച്ച് കയ്യുമലും കാലുമലൊക്കെ അങ്ങോട്ട് പോരട്ടി കേട്ടോ. കോട്ട വെയിലത്തല്ലേ ഇറങ്ങാൻ പോണത്. അങ്ങനെ പിന്നെ വാച്ചും കിട്ടി, ID കാർഡും കിട്ടി. ഈ സാധനങ്ങളൊക്കെ മറക്കാതെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. ഏതായാലും ഇതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എടുത്ത് പാക്കാക്കണം കേട്ടോ. പാക്കാക്കുമ്പോൾ ഭയങ്കര ടാസ്ക് ചെയ്യുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ കുന്തങ്ങളും എല്ലാം കൂടി കയറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങാൻ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ തിരിച്ചെത്തുകയും ചെയ്തു കേട്ടോ. എങ്ങോട്ടോ പോയിനു. പിന്നെ ഹെൽമെറ്റൊക്കെ എടുത്ത് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇതാ ഈ കിടക്കുന്ന സാധനം എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ആ സാധനം പറ്റൂല, വേറെ സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏതായാലും അതെടുത്ത് കവറിലാക്കിങ്ങാണ്ട് നേരെ വണ്ടിമേ പോയി കൊളുത്തിട്ടോ. കൊളുത്തിയതിൻ്റെ ശേഷം വണ്ടിമേന്ന് ആ സാധനമൊക്കെ അങ്ങോട്ട് മറിച്ച് ഞാൻ ഒരൊറ്റ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത് ഞാൻ ചാർജർ എടുത്തിട്ടില്ല എന്ന്. അങ്ങനെ പിന്നെ എൻ്റെ മാതാജീനെ വിളിച്ച് ചാർജർ എടുപ്പിച്ച്. അപ്പോഴാണ് ഞാൻ കോട്ട എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ അതും എടുത്തു. അതിൻ്റെ ശേഷം പിന്നെ നേരെ എൻ്റെ വാപ്പിച്ചി നിൽക്കുന്ന കടയിലേക്കാണ് ഈ പോയത് കേട്ടോ. വാപ്പിച്ചിനെ കൊണ്ട് മാറ്റിക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ വാപ്പിച്ചി പറഞ്ഞു നീ തന്നെ പോയി മാറ്റിക്കോ, സമയമുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ ആ സാധനം കൊണ്ട് പിന്നെയും തിരിച്ച് നേരെ കടയിൽ പോയി. കടയിൽ പോയതിൻ്റെ ശേഷം എനിക്ക് ഏതാ കട എന്ന് പോലും അറിയില്ല, എന്താ പറയേണ്ടതെന്നും അറിയില്ല. ഏതായാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞു ഇന്നലെ വാങ്ങിയ സാധനം ഇതൊന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരുമാതിരി ഒളിക്യാമറ വെച്ച സ്ഥിതിയിലായി പോയി. വീഡിയോ ഒന്നും എനിക്കറിയാം. ക്യാമറ എടുത്തുകൊണ്ട് ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടതായിരുന്നു. അങ്ങനെ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ. ഏതായാലും അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ വണ്ടിയുമ്പോൾ കയറി. ആ സാധനം പിന്നെ നേരെ പോയി വാപ്പിച്ചിൻ്റെ കൊടുത്തു കേട്ടോ. വാപ്പിച്ചിൻ്റെ കൊടുത്ത് പിന്നെ ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ഇതായിരിക്കണം ഹോസ്പിറ്റലിലെത്തി ഇറങ്ങുന്ന രംഗമാണിത്. ഞാൻ ഇറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാക്കണേ എൻ്റെ കൂടെയുള്ള ഈ അലവലാതി മോർണിംഗ് ഡ്യൂട്ടി എടുത്ത് 4 മണി ആയപ്പോഴേക്കും ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇവക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇവളെ വീഡിയോ എടുത്ത് ഭ്രാന്താക്കുക എന്നുള്ളത് എനിക്കൊരിഷ്ടം. പിന്നെ ഇന്ന് ഞങ്ങളെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് വന്നൊരു ഡോക്ടറായിരുന്നു കേട്ടോ. ഡോക്ടർ ഇന്ന് പോവുകയാണ്. ഇന്ന് മുതൽ ഇനി ഇല്ല എന്ന് പറയാവുന്ന ഒരു യാത്രയപ്പ് രംഗം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാങ്ക് കൊടുത്തു. അങ്ങനെ പിന്നെ ഇന്ന് പോയ സാറിൻ്റെ വക ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും കഴിച്ചു. ചിക്കൻ റോള് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളും കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ഉന്നക്കായും എൻ്റെ ഓറഞ്ചും ഒക്കെ തിന്ന് ഇന്നത്തെ ദിവസം കൂടെ അവസാനിപ്പിച്ചിട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായേനെ. എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടി. പിന്നെ ഞാനിതാക്കണോ 8 മണി ആയപ്പോഴേക്കും എൻ്റെ ബാഗും ഹെൽമെറ്റും എല്ലാം എടുത്തുകൊണ്ട് പിന്നെ നേരെ ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇതാക്കണോ ഞാനിനി വീട്ടിൽ പോയി എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ച് ഒറ്റ വിട.